നമ്മുടെ നവോത്ഥാന കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ജീവിതപാതയിലൂടെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് മണംകുന്നം വൈപ്പേൽ വീട്ടിൽ കണ്ണീത്ര വൈപ്പേൽ കായി അബ്ദുറഹിമാന്റെയും പാലശ്ശേരി കുഞ്ഞു താച്ചുമ്മയുടെയും മൂത്ത മകനായി 1908 ജനുവരി 21 മുഹമ്മദ് ബഷീർ ജനിച്ചു. അബ്ദുൽ ഖാദർ, ഹനീഫ, അബൂബക്കർ എന്നിവർ അനുജന്മാർ. തലയോലപ്പറമ്പ് മുഹമ്മദൻ LP സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിലും പഠിച്ചു. വൈക്കം സത്യാഗ്രഹ പന്തലിൽ പതിവായി പോയതിനെ തുടർന്ന് 5th ഫോമിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കോഴിക്കോട് എത്തിയ ബഷീർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായി. കണ്ണൂർ ജയിലിൽ 3 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. ജയിൽ മോചിതനായ ശേഷം നാട്ടിൽ തിരിച്ചെത്തി. എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് കത്തിച്ച കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ നാടുവിട്ടു. ഇന്ത്യയൊട്ടാകെയും വിദേശത്തും സഞ്ചരിച്ചു. കൽക്കത്തയിൽ വെച്ചാണ് ബാല്യകാല സഖി എഴുതി തുടങ്ങിയത്. 1936 നാട്ടിലെത്തി. 1938 ആദ്യ കൃതിയായ ധർമ്മരാജ്യം പുറത്തിറങ്ങി. ഒരണവിലയിട്ട ആ ലഘുലേഖയുടെ അവതാരിക കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരൻ്റെതായിരുന്നു. എറണാകുളത്ത് നിന്നിറങ്ങിയ ജയകേസരിയിൽ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചു. പട്ടത്തിൻ്റെ പേക്കിനാവ് എന്ന ഏകാംഗ നാടകം നിരോധിക്കപ്പെട്ടു. അത് അച്ചടിച്ച രാജാഭിമാനി അച്ചടിശാല സർക്കാർ അടച്ചുപൂട്ടി ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു. 1939 ജൂണിൽ ജീവിത നിഴൽപ്പാടുകൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു. MB പോളിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി എറണാകുളത്ത് താമസിക്കുകയായിരുന്നു അപ്പോൾ. പ്രിൻസിപ്പാളിന്റെ മക്കൾ എന്ന നാടകം എഴുതി. ട്യൂട്ടോറിയൽ കോളേജ് മാറ്റിയതിനെ തുടർന്ന് ബഷീറും കോട്ടയത്ത് എത്തിച്ചേർന്നു. രാഷ്ട്രീയ ലേഖനങ്ങളുടെ പേരിൽ ബഷീറിനെതിരെ പോലീസ് വാറണ്ടുണ്ടായിരുന്നു. 1942 പോലീസിന് മുന്നിൽ ഹാജരായി അറസ്റ്റ് വരിച്ചു. കൊല്ലം കസബ ലോക്കപ്പിൽ പാർപ്പിച്ചു. അവിടെ വച്ചാണ് അനൽ ഹക്ക്, പോലീസുകാരന്റെ മകൾ എന്നീ രചനകൾ നടത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയവേ പ്രേമലേഖനവും എഴുതി. 1943 ജയിൽ മോചിതനായി പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചു. എങ്കിലും തിരുവിതാംകൂർ സർക്കാർ അത് നിരോധിച്ചു. കഥാബീജം എന്ന നാടകം എറണാകുളത്ത് 1943 നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ബാല്യകാല സഖി 1944 പുറത്തിറങ്ങി. തൃശൂരിൽ പൂങ്കുന്നത്തെ വാടക വീട്ടിലെ അനുഭവങ്ങളാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ പ്രമേയം. കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 ആരംഭിച്ചപ്പോൾ ബഷീർ സ്ഥാപക അംഗമായി. വീണ്ടും 1948 എറണാകുളത്ത് തിരിച്ചെത്തി. ബോട്ടുചെട്ടിക്ക് സമീപം സർക്കിൾ ബുക്ക് ഹൗസ് തുടങ്ങി. TB റോഡിൽ ബഷീർസ് ബുക്ക് സ്റ്റാൾ ആരംഭിച്ചു. എട്ടുകാലി മമ്മുഞ്ഞ്, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നിവ പ്രസിദ്ധീകരിച്ചു. 1954 1 മാസത്തെ ചികിത്സ വേണ്ടിവന്നു. ചികിത്സയ്ക്കിടയിൽ പാത്തുമ്മയുടെ ആട് രചിച്ചു. 1954 തലയോലപ്പറമ്പിൽ മടങ്ങിയെത്തി. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു നാടകരൂപത്തിൽ എഴുതാൻ കോഴിക്കോട്ടേക്ക് തിരിച്ചു. 1958 ഡിസംബർ 18 ബഷീർ വിവാഹിതനായി. വധു കോഴിക്കോട് ചെറുവണ്ണൂരിലെ ഫാത്തിമാബി. വിവാഹശേഷം തലയോലപ്പറമ്പിൽ എത്തി. മകൾ ഷാഹിന ജനിച്ചു. 1964 മുതൽ ബേപ്പൂരിലെ വൈലാലിൽ താമസം ആരംഭിച്ചു. അതേ വർഷം തന്നെ മദിരാശിയിൽ ഭാർഗവി നിലയത്തിന്റെ തിരക്കഥ രചനയിൽ ഏർപ്പെട്ടു. 1971 മകൻ അസീസ് ജനിച്ചു. ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ അനുഭവ സമ്പത്ത് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇന്നോളമുള്ള കഥാകൃത്തുക്കളിൽ വെച്ച് ഏറ്റവും വലിയ അനുഭവ സമ്പത്തിനുടമയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ കൃതികൾക്ക് കതിർക്കനം വർദ്ധിപ്പിച്ചത്
ഈ അനുഭവ സമ്പത്തായിരുന്നു, ഒപ്പം അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും. ആവശ്യമുള്ളിടത്ത് ഗൗരവമുള്ളതെങ്കിലും ലാളിത്യമാർന്നതും ആകർഷകവുമായ ഭാഷയും അദ്ദേഹത്തിൻ്റെ രചനകളെ പ്രിയപ്പെട്ടതാക്കി. ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിൽ സുൽത്താനായി വാണുകൊണ്ട് സാഹിത്യ രചന നിർവഹിച്ച് ഭൂഗോളത്തിൻ്റെ ഒരറ്റത്ത് ഇച്ചിരിപ്പിടിയോളം ഭാഗത്ത് വീട് വെച്ച് സന്തോഷവാനായി കഴിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ ആ ഭൂമിയുടെ അവകാശിയായി ഒരു മതിലുകളും തീർക്കാതെ ജീവിച്ച് 1994 ജൂലൈ 5 എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.